1991 ശേഷം ഉണ്ടായൊരു ലോകക്രമം ആഗോളീകരണ ലോകക്രമമായിരുന്നു. അതിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കി ചൈനയും മുതലാളിത്ത സംവിധാനത്തിലേക്ക് മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകശിലാ പാർട്ടി സമ്പ്രദായം തുടർന്നെങ്കിലും കമ്പോളമെല്ലാം സമ്പദ് വ്യവസ്ഥയ്ക്ക് തുറന്നു കൊടുത്തു. അതിൻ്റെ ഫലമായി ചൈനയുടെ സാമ്പത്തിക വളർച്ച വലിയ നേട്ടമായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിൽ നിന്നാണ് ചൈന ആ പാഠം ഉൾക്കൊണ്ടത്. ഇന്ന് ലോകത്തിലെ പ്രബലമായ രണ്ട് ശക്തികൾ എന്ന് പറയുന്നത് അമേരിക്കയും ചൈനയും തന്നെയാണ്. അത് കഴിഞ്ഞ റഷ്യയും മറ്റ് രാജ്യങ്ങളെല്ലാം വരത്തുള്ളൂ. സാമ്പത്തികമായാലും സ്ട്രാറ്റജിക്കായിട്ട് എടുത്താലും സൈനിക ശക്തിയുടെ താല്പര്യങ്ങൾ എടുത്താലും അവരുടെ വളർച്ച എടുത്താലും ഇതെല്ലാം പരിഗണിച്ചാലും ചൈന ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ശക്തിയാണ്. വളരെ താമസിയാതെ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയായി മാറുമെന്നും നമുക്കറിയാം.